ഹായ് ഫ്രണ്ട്സ്, ശ്രീ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാമ്പാർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പരിപ്പും കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളും എടുക്കുക. അത് രണ്ടും കൂടി കുക്കറിലിട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പിനും കുമ്പളങ്ങയ്ക്കൊക്കെ വേവ് കൂടുതലായതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു മൺകലത്തിലോട്ട് ഈ വേവിച്ച് വെച്ച പരിപ്പും കുമ്പളങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേറെയും കഷ്ണങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. മത്തങ്ങ, സവോള, മുരിങ്ങക്കായ, കായത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും തക്കാളി, വെണ്ടക്കായ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ വേവ് കുറവുള്ള ഐറ്റംസാണ്, അതുകൊണ്ട് ഇതിനെ വേറെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ പോലെ ഇട്ടതാണ്, കുറേശ്ശെ ഇട്ട് കൊടുത്തതാണ്. ശരിക്കും മൊത്തത്തിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിലോട്ട് പുളി വെള്ളം നമ്മൾ ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേറെ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുത്ത് നമ്മൾ പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേവ് കുറവുള്ള കഷ്ണങ്ങളാണ്. ഇപ്പോൾ വെണ്ടക്കായ, തക്കാളിയൊക്കെ. അപ്പോൾ അത് നമ്മളെല്ലാം കൂടി പരിപ്പിലിട്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ വേവിച്ചെടുക്കണത് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ നാളികേരം, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഉലുവ, വേപ്പില ഇവയെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മൂത്ത് കളർ വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇതേ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ചെറിയ ചൂടിലൊന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട. മല്ലിയൊന്നും ഒരുപാട് മല്ലിപ്പൊടി അധികം മൂപ്പിക്കരുത്. അപ്പോൾ അതിൽ തന്നെ ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി ചൂടാക്കിയതിന് ശേഷം അത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള, നമ്മൾ പകർത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കയ്യിലുപയോഗിച്ച് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടുപ്പത്തിട്ട് വയ്ക്കാം. ഒന്ന് തിളച്ച് എടുക്കാം. തിളപ്പിക്കണം കേട്ടോ. നാളികേരക്കൂട്ട് അതിലിട്ടിട്ട് എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ടേസ്റ്റ് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് പുളിയുടെ കുറവുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് നോക്കുക. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്താലും കൂടി നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് കഷ്ണങ്ങളൊക്കെ വേവിച്ചാലും കൂടി നല്ല ടേസ്റ്റായിട്ട് വരും നമ്മുടെ സാമ്പാർ. ഉടഞ്ഞു പോകുന്നില്ല. നല്ല മണവും മത്തങ്ങ കഷ്ണങ്ങൾ പോലും തീരെ ഉടഞ്ഞു പോവാണ്ട്, വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോവാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, വേപ്പില, വറ്റൽമുളക് ഇവയെല്ലാം ചേർത്ത് വഴറ്റി നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു.